ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് 119. നമ്മൾ വേദങ്ങളിലെ സയൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും നോക്കിക്കൊണ്ടിരിക്കും, കെമിസ്ട്രി, ഫിസിക്സ്. അപ്പോൾ ഇപ്പോൾ നോക്കുന്നത് ആസ്ട്രോണമി ആയിട്ട്, അതായത് ആകാശത്തിലുള്ള ഗ്രഹങ്ങളെയെല്ലാം പറ്റിയുള്ള പരാമർശങ്ങളാണ്. അതിൽ ഇന്ന് പറയുന്നത് 7 ലോകങ്ങളെ പറ്റിയാണ്. ഭൂമിക്ക് മുകളിൽ 7 ലോകമുണ്ട്, ഭൂമിക്ക് താഴെ 7 ലോകമുണ്ട്. അതിന് പകരം വേറെ തരത്തിൽ വിഭജിക്കുകയാണെങ്കിൽ 3 എണ്ണമുണ്ട്: ഭൂമി, സ്വർഗം, പാതാളം. അപ്പം ഇതിനെയെല്ലാം പറ്റിയുള്ള പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു പടം വരച്ചിട്ട് തന്നെ വ്യക്തമായിട്ട്, ഇപ്പോൾ സൗരയൂഥ സിസ്റ്റം നമ്മൾ വരക്കുന്നില്ല, സൂര്യനെ നടുവിൽ വെച്ച് മറ്റുള്ള ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ 7 ലോകങ്ങൾ പടം വെച്ചിട്ട് തന്നെ നമ്മൾ വരച്ച് കാണിക്കും. എപ്പോഴും പ്രപഞ്ചഘടന വിവരിക്കുന്നത് 7 ലോകങ്ങൾ എങ്ങനെയാണുള്ളത് വളരെ ലളിതമായിട്ട് പടം വരച്ച് കാണിക്കും. അതിനെല്ലാം ഇതേമാതിരിയുള്ള ഒരു യൂട്യൂബിൽ ഇട്ടാൽ അതെല്ലാം പറഞ്ഞ് തീരും. അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. നമുക്കിപ്പോൾ എന്താ പ്രയാസം എന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്നൊരു പിടി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റിയിട്ട് ഇത്രയും തർക്കങ്ങൾ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം ഊഹിച്ച് നടക്കുന്നത്. ആധുനിക സയൻസിനും അത് പിടികിട്ടിയിട്ടില്ല, അവർ കണ്ടെത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതെല്ലാം വേദത്തിലൂടെ നമ്മൾ സിമ്പിളായിട്ട് വരച്ച് കാണിക്കുക. ആർക്കും മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായിട്ടാണ് പറയാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ആ 7 ലോകങ്ങളുണ്ട്. വേദത്തിൽ, ഋഗ്വേദം യജുർവേദത്തിലൊന്നും അങ്ങനെ വിസ്തരിച്ച് പറയില്ല. 7 ലോകങ്ങളുണ്ട് എന്നങ്ങ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയെല്ലാം പിന്നെ മനസ്സിലാക്കേണ്ടിയിട്ട് ബാക്കി ഉപനിഷത്തുക്കളും പുരാണങ്ങളിലൊക്കെ എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഘടന വിസ്തരിച്ച് അവർ കഥരൂപത്തിലെല്ലാം വിവരിച്ചു തന്നിട്ടുണ്ടാകും. ചിലപ്പം കഥരൂപത്തിലായിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേദത്തിൽ ചുരുക്കി പറയും. ആ ചുരുക്കി പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതൊരു പരാമർശം, 7 ലോകമുണ്ട് എന്നൊരു പരാമർശമായിട്ട് മാത്രമേ ഇവിടെ കാണാൻ പറ്റുകയുള്ളൂ. അതെങ്ങനെയാണ് ഉള്ളതെന്നെല്ലാം നമുക്ക് പിന്നീട് ഇതേ വാക്കുകളെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പറയും. ചില ഉപനിഷത്തിലെയും പുരാണങ്ങളിലെയുമുള്ള ചില പരാമർശങ്ങൾ അവിടെ വളരെ വിസ്തരിച്ച് തന്നെ എങ്ങനെയാണ് ഘടന എന്നെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് കാണാം. ഇപ്പം ഋഗ്വേദത്തിലും യജുർവേദത്തിലും എല്ലാം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈ 7 ലോകങ്ങളെ ഋഗ്വേദം മണ്ഡലം 10 സൂക്തം 90-15. ഋഷി നാരായണൻ, ദേവതാ പുരുഷൻ, ഛന്ദസ് അനുഷ്ടുപ്പ് ത്രിഷ്ടുപ്പ്. സപ്താസ്യാസ്യൻ പരിദ്ധയ ത്രിസപ്തസമധികൃതാഃ ദേവായജ്ഞം തന്വാനഃ അബധ്നൻ പുരുഷം വശും. ദേവന്മാർ മാനസിക യജ്ഞത്തിന്റെ അനുഷ്ഠാന കാലത്തിൽ വിരാട് പുരുഷനെ വരിച്ചു. ആ സമയം 7 പരിധികളും 21 സമിധികളും 21 സമഥകളും സൃഷ്ടിക്കപ്പെട്ടു. ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ദേവന്മാർ മാനസിക യജ്ഞത്തിന്റെ കാലത്ത് വിരാട പുരുഷനെ വരിച്ചപ്പോൾ 7 പരിധികളും 21 സമിതികളും ഉണ്ടായി. മാനസിക യജ്ഞത്തിൻ്റെ, അതായത് വിരാട് പുരുഷനെ വിരാട് പുരുഷൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ്. അതാണ് ഒരു പുരുഷ രൂപത്തിൽ ചിത്രീകരിച്ചത്. അത് ഒരു ഭാവനയിൽ ഇങ്ങനെയെല്ലാം പ്രപഞ്ചം വേണം എന്ന് ആദ്യം തീരുമാനിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർ 7 പരിധികളും 21 സമിധകളും ഉണ്ടായി എന്ന് പറയുകയാണ്. അതായത് 3 ലോകമായിട്ട് തിരിച്ചിട്ടാണ് സൃഷ്ടി തുടങ്ങിയത്. ഭൂമി, സ്വർഗം, പാതാളം, അങ്ങനെ ഓരോന്നിനെയും 7 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ തന്നെ 7 ഭൂഖണ്ഡങ്ങളുണ്ടല്ലോ. അതിന് മുകളിൽ 7 ആയി തിരിച്ചു, താഴെ 7 ആയിട്ട് തിരിച്ചു. അതുകൊണ്ടാണ് 23 സമിതകളും 7 പരിധികളും. അപ്പം മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള പരിധികൾ അതെത്രയാണ്? 7ആണ്.
അപ്പൊ 7 ലോകങ്ങളിൽ മുകളിൽ, ഭൂമിക്ക് മുകളിൽ 7 ലോകങ്ങളുണ്ട്. 7ആയിട്ട് തിരിച്ചിട്ടാണ് അത് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അപ്പൊ മുകളിൽ 7 ലോകങ്ങളുണ്ട്. അപ്പോൾ ആ 7 ലോകങ്ങളെയാണ് നമുക്കിനി വിസ്തരിച്ച് പിന്നീട് കാണേണ്ടത്. ഇനി വേറൊരു സ്ഥലത്ത് പറയുന്ന എന്താണെന്ന്, ഇതേപോലെ തന്നെ പറയുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ഋഗ്വേദം മണ്ഡലം 10 സൂക്തം 114 7. ദേവത വിരാട് ഗോത്രൻ സദ്രിയോ തപപുത്രൻ കർമ്മനോ ദേവതാ വിശ്വദേവകൾ ഛന്ദസ് തൃഷ്ടുപ്പ് ജഗതി ചതുർദശാന്യേ മഹിമാനോ അസ്വതം വീരാവാച പ്രണയന്തി സപ്ത ആജ്ഞാനം തീർത്ഥം കായിക പ്രവോചദ്യേന പഥ പ്രവിബന്ധേസു ദസ്യ. യജ്ഞരൂപമായ ഈശ്വരന്റെ 14 മഹിമകൾ ഭുവനരൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, യജ്ഞരൂപമായ ഈശ്വരന്റെ 14. അപ്പൊ യജ്ഞം, മാനസിക യജ്ഞം കഴിഞ്ഞിട്ട് പിന്നെ യജ്ഞം നടത്തി സൃഷ്ടികൾ നടത്തിയപ്പോൾ ഈശ്വരന്റെ 14 മഹിമകൾ ഭുവനരൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 14 മഹിമകൾ. അപ്പം 14 ലോകങ്ങളായിട്ടാണ് ഭുവനരൂപത്തിൽ, പലവർക്കും താമസിക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് 14 ലോകങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കത്തക്ക വിധം ഭൂമിക്കടിയിൽ 7, ഭൂമിക്ക് മുകളിൽ 7ആയിട്ട്, പലവർക്കും താമസിക്കാനായിട്ട് 14 മഹിമകൾ ഭുവനരൂപത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിലും 14 ലോകങ്ങളെ പറ്റി പറയുന്നു. അപ്പം ഭൂമിക്ക് താഴെയുള്ള 7നെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, ഭൂമിക്ക് മുകളിലുള്ള 7 ലോകങ്ങളെ പറ്റിയും മനസ്സിലാക്കണം. ഇതെല്ലാം വളരെ വിസ്തരിച്ച് ആധുനിക സയൻസ് എത്രയോ കോടികൾ ചെലവിടുകയാണ്. എന്തിന്? ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ ഇവരിത് വളരെ ലളിതമായിട്ട് പടരൂപത്തിൽ തന്നെയാണ് വിവരിച്ചു തരുന്നത്. നമുക്കത് പടമായിട്ട് ചിത്രീകരിച്ചിട്ട് ഇവിടെ കാണിക്കുകയും ചെയ്യും. ഏതാണ് ഈ 7 ലോകങ്ങൾ? ഇതിങ്ങനെയെല്ലാം കിടക്കുന്നത് വരച്ച് കാണിച്ച്, സൗരയൂഥ സിസ്റ്റം വരച്ച് കാണിക്കുന്ന ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം. സൂര്യൻ നടുവിലുണ്ട്, 7 നവഗ്രഹങ്ങൾ, 9 നവഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റുന്നുണ്ട് ഓർബിറ്റിൽ എന്ന നിലയിൽ തന്നെ വരച്ച് കാണിക്കും. അതിൽ പിന്നെ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പടം കാണുമ്പോൾ തന്നെ ആർക്ക് മനസ്സിലായി ഇങ്ങനെയെല്ലാം ഉള്ളത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് കാണാം. അപ്പം വേദത്തിൽ വളരെ കുറച്ചേ പറയുകയുള്ളൂ, ചുരുക്കിയേ പറയുന്നുള്ളൂ. അത് പുരാണ കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം.